അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ദുറൂസുൽ അക്കായിദ്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ പാഠം. വലാ തമൂതുന്ന ഇല്ല വ അൻതും മുസ്ലിമോൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അയാൾ പറഞ്ഞു, ശരിയാണ്. ഇസ്ലാം എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തുഅതിയ സകാത്ത വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീലാ. ശരിയാണ്. അയാൾ വീണ്ടും പ്രതികരിച്ചു, ഉസ്താദേ, ആരായിരുന്നു അയാൾ? നല്ല ചോദ്യം. ആഗതൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, ഈ ചോദ്യകർത്താവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, ഇല്ല, അത് ജിബ്രീൽ അലൈഹിസലാമാണ്. നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഇസ്ലാം എന്നാൽ അനുസരണം, സമാധാനം എന്നെല്ലാമാണ് ഭാഷാ അർത്ഥം. ഇനി നോക്കൂ, ശർഈ അർത്ഥപ്രകാരം എന്താണ് ഇസ്ലാം? ശർഈ അർത്ഥപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണത്. അല്ലാഹു തആല മനുഷ്യരാശിക്ക് നൽകിയ മതമാണ് ഇസ്ലാം. അതിന് 5 റുക്കുനുകളുണ്ട്. ഇസ്ലാം മതം മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഖുർആൻ പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ. ഈ വിശ്വാസം ഈമാനിന്റെ അടിസ്ഥാനവും കർമ്മങ്ങൾ അതിന്റെ ഫലവുമാണ്. വിശ്വാസി കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയോ ശിർക്കും കുഫറുമല്ലാത്ത തെറ്റുകൾ പ്രവർത്തിക്കുകയോ ചെയ്താൽ കാഫിറാവുകയില്ല. അവൻ ഫാസിക്കായിത്തീരും. തെറ്റുകൾ ചെയ്തതനുസരിച്ച് ശിക്ഷിക്കപ്പെടും. അവൻ തൗബ ചെയ്താൽ സ്വീകരിക്കപ്പെടും. ഈമാനിന് 6 റുക്കുനുകളുണ്ട്. 70-ലധികം ശാഖകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു ബിൽഉം വസബൂന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. കൈകൊണ്ടോ നാവുകൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, തെറ്റുകുറ്റങ്ങൾ ഉപേക്ഷിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, മോഷണം നടത്താതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കുക. ഇവ യഥാർത്ഥ വിശ്വാസികളുടെ പ്രത്യേകതകളിൽ ചിലതാണ്. ഈ പാഠത്തിൽ നോക്കൂ, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമോൻ. അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത്. അതുപോലെ നോക്കൂ, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അതിന്റെ അർത്ഥം, ഈമാൻ എന്നാൽ അല്ലാഹു, മലക്കുകൾ, അല്ലാഹുവിന്റെ മുർസലുകൾ, അന്ത്യനാൾ എന്നിവ കൊണ്ടും നന്മയും തിന്മയും അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്നും നീ വിശ്വസിക്കലാണ്. ഇനി നോക്കൂ, എന്താണ് ഇസ്ലാം എന്ന് പറയുന്നുണ്ടല്ലോ. അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തുഅതിയ സകാത്ത വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീലാ. അതിന്റെ അർത്ഥം, ഇസ്ലാം എന്നാൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ഇല്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കലും നിസ്കാരം നിലനിർത്തലും സക്കാത്ത് കൊടുത്തുവീട്ടലും റമളാൻ മാസം നോമ്പനുഷ്ഠിക്കലും കഴിവുള്ളവർ ഹജ്ജ് കർമ്മം നിർവഹിക്കലുമാണ്. ഇനി നോക്കൂ, ഇസ്ലാം മതം മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അവിടെ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അതിന്റെ അർത്ഥം,
ഇസ്ലാം അല്ലാതെ മറ്റൊരു മതം ആരെങ്കിലും അന്വേഷിക്കുന്നുവെങ്കിൽ അത് അയാളിൽ നിന്ന് തീർത്തും അസ്വീകാര്യമാണ്. പരലോകത്ത് അയാൾ പരാജയപ്പെട്ടവനായിരിക്കും. അടുത്തത് നോക്കൂ. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. അതിന്റെ അർത്ഥം, ഈമാൻ 70-ലേറെ ശാഖകളാണ്. അതിൽ ഏറ്റവും മഹത്വമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. അതിൽ ഏറ്റവും ചെറുത്, അതായത് താഴ്ന്നത്, വഴിയിലുള്ള തടസ്സം നീക്കലാണ്. ലജ്ജ അത് ഈമാനിന്റെ ശാഖയാണ്. മുസ്ലിമും മുഅ്മിനുമായി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതോട് കൂടിയിട്ട് പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിക്കുക. ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഹ്താറു സഹീഹ്. ശരിയായ ഓപ്ഷനിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ളതാണ്. നോക്കൂ. 1. അനുസരണം, സമാധാനം എന്നെല്ലാമാണ് ഭാഷാ അർത്ഥം. ഓപ്ഷൻസ് നോക്കൂ. ഈമാൻ, ഇസ്ലാം, ശറഅ്. ശരി ഉത്തരം ഇസ്ലാം. അടുത്തത് രണ്ടാമത്തത് ഈമാനിന്റെ ശാഖകൾ. ഓപ്ഷൻസ് നോക്കൂ. 700-ലധികം, 70-ലധികം, 11-ലധികം. ശരി ഉത്തരം 70-ലധികം. 3. ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഓപ്ഷൻസ് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ശരിയായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നോക്കൂ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നസിൽ ചേരുംപടി ചേർക്കുക. 1. അൽ ഈമാൻ. 2. അഫ്ളലുൽ ഈമാൻ. 3. അദ്നൽ ഈമാൻ. 4. അൽ ഹയാ. ഇനി ഇപ്പുറത്ത് നോക്കൂ. എ. ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ബി. ശുഅബത്തും മിനൽ ഈമാൻ. സി. ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഡി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ ആണ് നിങ്ങൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ. അൽ ഈമാൻ, അതിന് ശരിയായത് സി. ബിദ്ഉൻ വസബ്ഊന ശുഅബ. അപ്പൊ സി എന്ന് എഴുതുക. 2. അഫ്ളലുൽ ഈമാൻ, അതിന് ശരിയായത് ഡി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഡി എന്ന് എഴുതുക. 3. അദ്നൽ ഈമാൻ, അതിന് ശരിയായത് എ. ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. 4. അൽ ഹയാ, അതിന് ശരിയായത് ബി. ശുഅബത്തും മിനൽ ഈമാൻ. സി ഡി എ ബി. ഇനി നോക്കൂ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം. നുജീബ്. ഒന്നാമത്തെ ചോദ്യം. എന്താണ് ഈമാൻ? ഉത്തരം. അല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ. രണ്ടാമത്തെ ചോദ്യം. ശർഈ അർത്ഥപ്രകാരം എന്താണ് ഇസ്ലാം? ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ്. മൂന്നാമത്തെ ചോദ്യം. എന്താണ് ഈമാൻ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. നാലാമത്തെ ചോദ്യം. ഇസ്ലാം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം. അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത വ തൂതിയസ് സകാത വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീലാ. അഞ്ചാമത്തെ ചോദ്യം. ഇസ്ലാം മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഖുർആനിൽ നിന്ന് തെളിവ് എഴുതുക. ഉത്തരം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആറാമത്തെ ചോദ്യം. സത്യവിശ്വാസി ശിർക്കും കുഫറുമല്ലാത്ത തെറ്റ് ചെയ്താൽ അവന്റെ അവസ്ഥയെന്ത്? ഉത്തരം. അവൻ കാഫിറാവുകയില്ല, അവൻ ഫാസിക്കായി തീരും. തെറ്റുകൾ ചെയ്തതനുസരിച്ച് ശിക്ഷിക്കപ്പെടും. അവൻ തൗബ ചെയ്താൽ സ്വീകരിക്കപ്പെടും. ഏഴാമത്തെ ചോദ്യം. ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ളത് എന്ത്? ഉത്തരം. വഴിയിലുള്ള തടസ്സം നീക്കൽ. ഇനി നോക്കൂ. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം. തഹ്സീസ്. അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. ഇസ്ലാമിന്റെ മഹത്വം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ. ഇസ്ലാമിന്റെ മഹത്വം എന്ന് ഹെഡിങ് കൊടുക്കുക. ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ മതമാണ് ഇസ്ലാം. പച്ചയായ മനുഷ്യനെ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടുള്ള
തികച്ചും ജീവൽഗന്ധിയായ ആദർശങ്ങളും നിർദ്ദേശങ്ങളുമാണ് അതിലുള്ളത്. മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും ഇടപെടുകയും അത്തരം മേഖലകളിൽ മനുഷ്യർക്ക് കൃത്യവും വ്യക്തവുമായ ദിശാബോധം നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഇസ്ലാമിന്റെ സവിശേഷത. കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സഹജീവികൾ തുടങ്ങി എല്ലാവരോടുമുള്ള കടമകളും കടപ്പാടുകളും ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോടും സസ്യലതാദികളോടും മറ്റു ജീവജാലങ്ങളോടും വരെ മാന്യവും ഉദാത്തവുമായ രീതിയിൽ ഇടപഴകുവാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള സാമൂഹ്യ ബന്ധങ്ങൾ പരിഗണിക്കാനും അവ കാത്തു സൂക്ഷിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരുടെ മതവും ആദർശവും എന്തു തന്നെയായാലും അത്തരം വിയോജിപ്പുകൾക്കിടയിലും മാനുഷികമായ യോജിപ്പിന്റെ തലങ്ങൾ പരിഗണിക്കാനാണ് ഇസ്ലാം മതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ഇസ്ലാമിന്റെ മഹത്വങ്ങളിൽ പെടുന്നു. തഹസീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഈമാൻ എന്ന വിഷയത്തിൽ സംഭാഷണം തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ. അബ്ദുൽ ഹമീദ്: അസ്സലാമു അലൈക്കും. അബ്ദുൽ ഹക്കീം: വഅലൈക്കുമുസ്സലാം. അബ്ദുൽ ഹമീദ്: എന്താ നിന്റെ വിശേഷം? അബ്ദുൽ ഹക്കീം: അൽഹംദുലില്ലാ, സുഖമാണ്. അബ്ദുൽ ഹമീദ്: നാളെ മദ്രസയിൽ ഈമാൻ എന്ന വിഷയത്തിൽ ഒരു ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹക്കീം: അതെയോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അബ്ദുൽ ഹമീദ്: ആ, ചോദിച്ചോളൂ. അബ്ദുൽ ഹക്കീം: എന്താണ് ഈമാൻ? അബ്ദുൽ ഹമീദ്: അല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലുറപ്പിക്കലാണ് ഈമാൻ. അബ്ദുൽ ഹക്കീം: ഒരാൾ കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ? അബ്ദുൽ ഹമീദ്: അയാൾ കാഫിറാവുകയില്ല, മറിച്ച് ഫാസിക്കായി തീരും. അബ്ദുൽ ഹക്കീം: അപ്പോൾ പരലോകത്ത് അയാൾക്ക് അതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കില്ലേ? അബ്ദുൽ ഹമീദ്: തീർച്ചയായും, തെറ്റുകൾ ചെയ്തതനുസരിച്ച് അയാൾ ശിക്ഷിക്കപ്പെടുന്നതാണ്. അബ്ദുൽ ഹക്കീം: അയാൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? അബ്ദുൽ ഹമീദ്: അതെ, തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അയാൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അബ്ദുൽ ഹക്കീം: വളരെ ഉപകാരം. അബ്ദുൽ ഹമീദ്: ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അർക്കാനുൽ ഈമാൻ എത്രയാണെന്നറിയുമോ? അബ്ദുൽ ഹക്കീം: അറിയാം, അത് 6 അബ്ദുൽ ഹമീദ്: അതെ, ഈമാനിന് എത്ര ശാഖകളുണ്ടെന്ന് പറയൂ. അബ്ദുൽ ഹക്കീം: ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അബ്ദുൽ ഹമീദ്: ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും താഴ്ന്ന നിലയിലുള്ളതും ഏതാണ്? അബ്ദുൽ ഹക്കീം: ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതും ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കലുമാണ്. അബ്ദുൽ ഹമീദ്: നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അബ്ദുൽ ഹക്കീം: നിന്നെ കണ്ടത് വളരെ നന്നായി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അബ്ദുൽ ഹമീദ്: ഇൻഷാ അല്ലാ, നമുക്ക് നാളെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും. അബ്ദുൽ ഹക്കീം: വഅലൈക്കുമുസ്സലാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സംഭാഷണം തയ്യാറാക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ, അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.